YKSന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഡ് വോൾക്കാനോയുടെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. ഇനി നമ്മൾ നേരെ പോകുന്നത് കുബുസ്ഥാനിലേക്കാണ്. ബാക്കുവിൽ നിന്നും ഏകദേശം 63 കിലോമീറ്ററാണ് കുബുസ്ഥാനിലേക്കുള്ള ദൂരം. ഓൾമോസ്റ്റ് 1 അവറാണ് അങ്ങോട്ടേക്കുള്ള ട്രാവലിംഗ് ടൈം. നമ്മൾ മഡ് വോൾക്കാനെ കാണാൻ പോയ അതേ റൂട്ടിൽ തന്നെയാണ് കുബുസ്ഥാൻ ഉള്ളത്. പക്ഷേ റോഡിൻ്റെ അങ്ങേ സൈഡിലായതിനാൽ തിരിച്ചു വരുമ്പോൾ കയറിയാൽ മതി എന്ന് തീരുമാനിക്കുകയായിരുന്നു. നമ്മൾ പോകുന്ന റോഡിന്റെ ഈ സൈഡിൽ കാണുന്നത് ബാക്കുവിലെ തന്നെ സാധാരണക്കാരായ ആൾക്കാർ താമസിക്കുന്ന പ്രദേശമാണ്. വീടുകളുടെ മുന്നിൽ ആ വളച്ച് വെച്ചിരിക്കുന്ന പൈപ്പ് ഇവിടുത്തെ ഗ്യാസ് കണക്ഷനാണ്. ഓരോ വീടുകളിലേക്കും ഇതുപോലുള്ള പൈപ്പ് ലൈൻ വഴിയാണ് ഗ്യാസ് എത്തിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ സിലിണ്ടറോ കാര്യങ്ങളോ ഒന്നും അല്ല ഇവിടെ ഗ്യാസിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നത്. ഏകദേശം നമ്മൾ കുബുസ്ഥാൻ അടുക്കാറായി. ഈ മെയിൻ റോഡിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞ് പോകുമ്പോഴത്തേക്കാണ് കുബുസ്ഥാനിലേക്ക് എത്തുന്നത്. അതിനെ കാണിക്കുന്ന ഒരു നെയിം ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് ആ മ്യൂസിയത്തിന്റെ എൻട്രൻസ്. ഇതിന്റെ മുന്നിൽ തന്നെ കുറച്ച് ഫ്ലോട്ടുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പണ്ട് ഇവിടെ താമസിച്ചിരുന്നവർ എങ്ങനെയായിരുന്നു അവരുടെ ജീവിത രീതികൾ, അവർ ഏത് തരം ലൈഫ് സ്റ്റൈൽ ആയിരുന്നു എന്നുള്ളതൊക്കെ കാണിക്കുന്ന രീതിക്ക് കുറച്ച് ഫ്ലോട്ടുകളൊക്കെ അവരിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവർ വേട്ടയാടിക്കൊണ്ടിരുന്ന രീതികൾ, ഇവിടെ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ഇവിടെ ഇപ്പോഴും ഉള്ള മൃഗങ്ങൾ, അതിനെയൊക്കെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ മ്യൂസിയത്തിലൊക്കെ കൊടുത്തിരിക്കുന്നത്. മ്യൂസിയത്തിലേക്ക് കയറുന്നതിന് പാസ് എടുക്കണം. 10 മനാത്താണ് അതിൻ്റെ ഫീസ്. എന്തായാലും നമ്മൾ മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി നമ്മളിനി നേരെ പോകുന്നത് എർനാഡ എന്ന് പറയുന്ന ഫയർ മൗണ്ടൈൻ കാണാനാണ്. ബാക്കു സിറ്റിയിൽ നിന്നും ഏകദേശം 15 കിലോമീറ്ററാണ് എർനാഡയിലേക്കുള്ള ദൂരം. 24 മണിക്കൂറും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മല അല്ലെങ്കിൽ ഒരു മലഞ്ചെരിവ്, അതാണ് ഈ എർനാഡ. അവിടെ ഭൂമിക്കടിയിൽ നിന്നുണ്ടാകുന്ന ഗ്യാസിന്റെ ഒരു അതിപ്രസരം, അത് ഇവിടുന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കുക, അതൊരു മറ്റ് ആവശ്യങ്ങളിലേക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് അവരതിങ്ങനെ കത്തിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുന്നു. അസർബൈജാൻ ഗവൺമെന്റ് ഇപ്പൊ ഈ പ്രദേശത്തെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാക്കി മാറ്റിയിരിക്കുകയാണ്. ഇവിടെ ഈ എൻട്രി ഫീസ് ഉണ്ട്. 9 മനാത്താണ് അതിന്റെ റേറ്റ്. ഇവിടുത്തെ രാത്രി കാഴ്ച അതിമനോഹരമാണ്. പലപ്പോഴും ഇവിടെ മ്യൂസിക് ബാൻഡുകളും മറ്റുള്ളവരും ഒക്കെ വന്ന് നിന്ന് ഇവിടെ നിന്ന് പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാറുണ്ട്. നമ്മൾ വരുമ്പോഴും ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വന്നപ്പോഴത്തേക്കും അതിൻ്റെ സമയം കഴിഞ്ഞു, നമുക്കെന്തായാലും അത് കാണാൻ പറ്റിയില്ല. എന്തായാലും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഇവിടെ ഉള്ളത് ഒരു ഫയർ ടെമ്പിളാണ്. അത് കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഈ ഫയർ ടെമ്പിൾ ഏകദേശം 17-ാം നൂറ്റാണ്ടിനും 18-ാം നൂറ്റാണ്ടിനും ഇടയിൽ നിർമ്മിക്കുകയും ഏകദേശം 19-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്ക് ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തതാണ്. പിന്നീട് അത് അസർബൈജാൻ ഗവൺമെന്റ് ഏറ്റെടുത്ത് ഒരു മ്യൂസിയമായിട്ട് സംരക്ഷിച്ചു പോരും. ഇന്ത്യയിൽ നിന്നുള്ള സിഖുകാരാണ് ഈ ടെമ്പിൾ നിർമ്മിച്ചതെന്നും പറയുന്നുണ്ട്. ഇവിടെ ഈ കത്തുന്ന ഫ്ലെയിം ഇത് നാച്ചുറലായിട്ട് കത്തുന്നതാണ്, ആരാലും കത്തിക്കപ്പെടുന്നതല്ല. എന്തായാലും ഇതിന്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ട്. നമ്മളെന്തായാലും അതിലേക്കൊന്നും പോകുന്നില്ല. നമ്മളെന്തായാലും ഈ സ്ഥലം കാണാൻ വന്നു. ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് പോവുകയാണ്. സമയം ഏകദേശം ഉച്ചയായി. ഇപ്പം നമുക്ക് ലഞ്ച് കഴിക്കണം. ലഞ്ചിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ ഡ്രൈവർ മുഹമ്മദ് ആണ് പറഞ്ഞത് ഇവിടെ ഒരു നല്ലൊരു കടയുണ്ട്, അവിടെ പോയി കഴിക്കാമെന്ന് പറഞ്ഞു. ബാക്കുവിൽ അതിപ്രശസ്തമായിട്ടുള്ള ഒരു അറബിക് റെസ്റ്റോറന്റ് ആണ് സലാം അലൈക്കും. അവിടെയാണ് നമ്മൾ ഇന്ന് ലഞ്ച് കഴിക്കാൻ പോകുന്നത്. ഈ കാണുന്നതാണ് ആ റെസ്റ്റോറന്റ്. ഇതിന്റെ ഉള്ളിലേക്ക് കയറിയാൽ ഇന്റീരിയർ മറ്റു സ്ഥലങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഒരു അറബിക് ടച്ചിലുള്ളതാണ്. നമ്മൾ എന്തായാലും ഫുഡ് ഓർഡർ ചെയ്തത് അസർബൈജാന്റെ ട്രഡീഷണൽ ഫുഡായിട്ടുള്ള പിലാഫ് ആണ് നമ്മൾ ഓർഡർ ചെയ്തത്. അതിൻ്റെ കൂടെ തന്നെ ഒരു മട്ടൻ്റെ ലെഗ് ഗ്രില്ല് ചെയ്തതും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡെല്ലാം റെഡിയായി വന്ന് വളരെ നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫുഡ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്, പക്ഷെ അത് വെർത്തായിരുന്നു.
ബാക്കുവിലെ കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ.